ഉഹദ് യുദ്ധം കഴിഞ്ഞു. ഉഹദ് യുദ്ധത്തിൽ ചില പ്രയാസങ്ങൾ മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ വന്ന് ചോദിക്കുന്നുണ്ട്, ശത്രുപക്ഷത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ അവരൊന്നും കാണാത്തൊരു ഭാഗത്ത് ഇങ്ങനെ പതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ അബൂ സുഫിയാൻ ഒന്ന് ചോദിക്കുന്നുണ്ട്, അഫിൽ ഖൗമി മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്കിപ്പോൾ മറുപടി കൊടുക്കണം. കാരണം അത് ഇനി മറുപടി കൊടുത്താലേ പിന്നെ അറ്റാക്ക് ചെയ്ത് പ്രയാസമാവുമല്ലോ. ആരും മറുപടി ഒന്നും കൊടുത്തില്ല. പിന്നെ ചോദിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. മൂന്നാമത് ചോദിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇല്ല, ഇവർ 3 പേരും ജീവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പോയിന്റ് അബൂ സുഫിയാന് മനസ്സിലായിട്ടുണ്ട് ഈ 3 പേരുമാണ് എന്ത് ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. എന്നിട്ട് അവര് പറയുന്നത് അമാ ഹഉലാഇ ഫഖദ് ഖുതിലു, ഇവരാരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവര് എല്ലാവരും കഴിഞ്ഞെങ്കിൽ ഇവരുടെ നാമാവശേഷം